സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷ, അതിർത്തി, കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യൻ ഓഷനിലെ നിരീക്ഷണം, ഡിസാസ്റ്റർ റെസ്പോൺസ്, ഡിജിറ്റൽ സോവറിനിറ്റി എല്ലാം ചേർന്ന വലിയൊരു തന്ത്രപരമായ വിഷയമാണ്. റിലയൻസ് ജിയോ ഏകദേശം 1600 മുതൽ 1650 വരെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കായിട്ട് ഒരു വമ്പൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് നിർമ്മിക്കാനായിട്ട് ആലോചിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്കായിട്ട് ഒരു സ്വന്തം സ്റ്റാർലിങ്ക് പോലെയുള്ള സംവിധാനം. പക്ഷെ യഥാർത്ഥ ചോദ്യം ഇന്റർനെറ്റ് സ്പീഡ് അല്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: നാളെ ഒരു യുദ്ധം വന്നാൽ, അതിർത്തിയിൽ ഒരു സംഘർഷമുണ്ടെങ്കിൽ, കടലിൽ ഒരു എമർജൻസി ഉണ്ടായാൽ, അല്ലെങ്കിൽ ശത്രു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? ഇന്ത്യയുടേതോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിയുടേതോ? ഇതാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ പ്രാധാന്യം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്താണെന്ന് എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ മൊബൈൽ ഇന്റർനെറ്റ് ടവേഴ്സും ഫൈബർ കേബിൾസും എല്ലാം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് എല്ലായിടത്തും ഫൈബർ ഇടാനും ടവർ സ്ഥാപിക്കാനും അത്ര എളുപ്പമല്ല. ഉദാഹരണമായിട്ട് ലഡാക്ക്, അരുണാചൽ, സിയാച്ചിൻ, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, കടലിലെ കപ്പലുകൾ, ദൂരെയുള്ള ഗ്രാമങ്ങൾ, ഇവിടെയൊക്കെ സാധാരണ നെറ്റ്വർക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രധാനമാകുന്നത്. ഭൂമിയിലെ ടവർ ഇല്ലെങ്കിലും ആകാശത്തുള്ള സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ ലഭിക്കും. അതായത് കേബിൾ മുറിഞ്ഞാലും ടവർ വീണാലും നെറ്റ്വർക്ക് പൂർണ്ണമായിട്ട് തകരില്ല. സിവിലിയൻ യൂസിനായിട്ട് ഇത് ഇന്റർനെറ്റ് ആണ്. ഡിഫൻസ് യൂസിനായിട്ട് ഇതൊരു സെക്യൂരിറ്റി ലൈഫ് ലൈൻ ആണ്. എന്താണ് ഈ ജിയോയുടെ 1650 സാറ്റലൈറ്റ് പ്ലാൻ? ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ ഏകദേശം 1600 മുതൽ 1650 വരെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് ഒരു വലിയ സ്പേസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇന്ത്യക്കായിട്ട് നിർമ്മിക്കാനായിട്ട് ആലോചിക്കുന്നു. ഈ സാറ്റലൈറ്റ്സ് ഭൂമിയോട് താരതമ്യേന അടുത്ത ഭ്രമണപഥത്തിലായിരിക്കും, ഏകദേശം 650 കിലോമീറ്റർ. അതുകൊണ്ട് സിഗ്നൽ വേഗത്തിൽ വരും. വീഡിയോ കോൾ, കമാൻഡ് കമ്മ്യൂണിക്കേഷൻ, ഡ്രോൺ ഡേറ്റ, ലൈവ് സർവൈലൻസ്, എമർജൻസി ലിങ്ക്, ഇതെല്ലാം കൂടുതൽ പ്രാക്ടിക്കലായിട്ട് മാറും. ആരാണ് സാറ്റലൈറ്റ്സ് നിർമ്മിക്കുക, ആരാണ് ലോഞ്ച് ചെയ്യുക, എത്ര ഘട്ടമായിട്ട് ഇത് നടത്തും, ഇതൊന്നും പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടില്ല. എന്നാലും ഒരു 2-3 വർഷത്തിനകം ഇത് ലോഞ്ച് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അറിവ്. ഇനി നമുക്ക് ഡിഫൻസ് ആംഗിളിൽ എന്തുകൊണ്ടാണ് ഇത് അത്ര പ്രധാനമാകുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ആയുധം കമ്മ്യൂണിക്കേഷനാണ്. ഒരു ബോർഡർ പോസ്റ്റിന് കമാൻഡ് കിട്ടണം, ഒരു ഡ്രോണിന് ലൈവ് വീഡിയോ അയക്കണം, ഒരു വാർഷിപ്പിന് ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധം വേണം, ഒരു എയർ ഡിഫൻസ് റഡാറിന് ഡേറ്റ ഷെയർ ചെയ്യണം, ഒരു റെസ്ക്യൂ ടീമിന് എമർജൻസി കൺട്രോൾ റൂമുമായിട്ട് കോണ്ടാക്ട് വേണം. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ മോഡേൺ വെപ്പൺ സിസ്റ്റംസ് പോലും പലപ്പോഴും യൂസ്ലെസ് ആയിട്ട് മാറും. ലഡാക്കിലെ ഒരു ഫോർവേഡ് പോസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ശത്രു സൈബർ അറ്റാക്ക് നടത്താം, ടവർ ജാം ചെയ്യാം, ഫൈബർ കേബിൾ മുറിക്കാം, വെതർ കാരണം റോഡ് അടയ്ക്കാം. അങ്ങനെ വന്നാൽ പോലും ആ പോസ്റ്റ് ഐസൊലേറ്റഡ് ആകാനായിട്ട് പാടില്ല. സാറ്റലൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ കമാൻഡ് ചെയിൻ ജീവനോടെ നിലനിൽക്കും. നേവിക്ക് ഇത് അതിലും പ്രധാനമാണ്. ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ നേവൽ ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാർഷിപ്സ്, കോസ്റ്റൽ റഡാർസ്, ഐലൻഡ് ബേസസ്, സർവൈലൻസ് എയർക്രാഫ്റ്റ്സ്, ഇതെല്ലാം സെക്യൂർ നെറ്റ്വർക്കിൽ നമ്മൾ ബന്ധിപ്പിക്കണം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ഇന്ത്യയുടെ ഈസ്റ്റേൺ മാരിടൈം ഗേറ്റ് ആണ്. അവിടെ ഒരു സ്ട്രോങ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, ഒരു സെക്യൂരിറ്റി നെസസിറ്റിയാണ്. അതുപോലെ എയർഫോഴ്സിനും ഡ്രോൺസിനും മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും എല്ലാം റിയൽ ടൈം ഡേറ്റ ലിങ്ക് വേണം. അപ്പൊ ഡിഫൻസ് ആംഗിളിൽ ഇതൊരു ഡിജിറ്റൽ ഷീൽഡാണ്. അപ്പൊ ന്യായമായ ഒരു ചോദ്യം വരും: എന്നാൽ പിന്നെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ചാൽ പോരെ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്റ്റാർലിങ്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. യുക്രൈൻ വാറിൽ അതിന്റെ പ്രാധാന്യം ലോകം കണ്ടു. റിമോട്ട് ഏരിയാസിൽ അതിന്റെ യൂസ്ഫുൾനെസ് വളരെ വലുതാണ്. പക്ഷേ ഇന്ത്യയുടെ കൺസേൺ ടെക്നോളജി അല്ല, കൺട്രോൾ ആണ്. സ്റ്റാർലിങ്ക് ഒരു ഫോറിൻ പ്രൈവറ്റ് കമ്പനിയുടെ നെറ്റ്വർക്ക് ആണല്ലോ. സാറ്റലൈറ്റ് കൺട്രോൾ, സോഫ്റ്റ്വെയർ കൺട്രോൾ, ഡേറ്റ റൗട്ടിംഗ്, സർവീസ് പ്രയോറിറ്റി എല്ലാം ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. നാളെ ഒരു ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ എസ്കലേഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ US പോളിസി മാറിയാൽ, സാങ്ഷൻസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് പ്രഷർ വന്നാൽ, ഒരു പ്രൈവറ്റ് കമ്പനി സർവീസ് ലിമിറ്റ് ചെയ്താലോ, ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തിന്
ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസിൽ ഫോറിൻ ഡിപ്പെൻഡൻസി മാത്രം മതിയാകില്ല. ഇതൊരു ആൻറ്റി സ്റ്റാർലിങ്ക് നിലപാടല്ല, ഇതൊരു പ്രോ ഇന്ത്യ സെക്യൂരിറ്റി നിലപാടാണ്. സ്റ്റാർലിങ്കിന് ഇന്ത്യ സൂക്ഷിച്ച് കാണുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ നിന്നും ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കൊമേഴ്സ്യൽ റോൾ ഔട്ടിന് സെക്യൂരിറ്റി ക്ലിയറൻസ്, ഡേറ്റ റൂട്ടിംഗ് റൂൾസ്, സ്പെക്ട്രം, മോണിറ്ററിംഗ് സിസ്റ്റംസ് ഇതെല്ലാം നിർണായകമാണ്. നമ്മുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺസ് ഇതൊക്കെയാണ്. ഒന്നാമത്, ഡേറ്റ ഇന്ത്യയിൽ തന്നെ നിയന്ത്രിക്കണം. ഇന്ത്യയിലെ യൂസർ ഡേറ്റ സാറ്റലൈറ്റ് വഴി വിദേശ ഗേറ്റ്വേകളിലൂടെ പോയാൽ അത് സെക്യൂരിറ്റി റിസ്ക് ആണ്. സെൻസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയുടെ നിയമപരമായ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരു ഫോറിൻ കമ്പനിക്ക് സാറ്റലൈറ്റ് ബീം ഓൺ ഓഫ് ചെയ്യാനും കവറേജ് ഏരിയ മാറ്റാനും പ്രയോറിറ്റി മാറ്റാനും കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് സമയത്ത് അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിസ്ക് ആണ്. മൂന്നാമത്, ഇല്ലീഗൽ യൂസ്. ഇന്ത്യയിൽ ഒഫീഷ്യലി സർവീസ് ആക്റ്റീവ് അല്ലെന്ന് സ്റ്റാർലിങ്ക് പറഞ്ഞ സമയത്ത് പോലും മണിപ്പൂർ പോലെയുള്ള കോൺഫ്ലിക്റ്റ് ഏരിയയിലും ആൻഡമാൻ സീയിലെ ഡ്രഗ്സ് സ്മഗ്ലിംഗ് കേസിലും എല്ലാം സ്റ്റാർലിങ്ക് ടൈപ്പ് ടെർമിനൽസ് കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ചോദിക്കുന്ന ചോദ്യം സിമ്പിളാണ്. അത്തരമൊരു ഡിവൈസ് ഇന്ത്യയിൽ ആരാണ് ഉപയോഗിക്കുന്നത്? മിലിറ്റൻ്റ് ആണോ, സ്മഗ്ലർ ആണോ, സ്പൈ നെറ്റ്വർക്കുകാരാണോ? അത് ഉടൻ ഡിറ്റക്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് കഴിയുമോ? അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് സ്റ്റാർലിങ്കിന് വരാം, പക്ഷേ ഇന്ത്യയുടെ സെക്യൂരിറ്റി റൂൾസ് അനുസരിച്ച് മാത്രം. അപ്പോൾ അടുത്ത ന്യായമായ ചോദ്യം, ജിയോ സ്റ്റാർലിങ്കിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആകുമോ എന്നാണ്. ഉടൻ പൂർണ്ണമായിട്ടും ആകും എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയാണ്. സ്റ്റാർലിങ്ക് ഇന്ന് വളരെ മുമ്പിലാണ്. അതിന് ആയിരക്കണക്കിന് സാറ്റലൈറ്റ്സ്, ഗ്ലോബൽ ഓപ്പറേഷൻസ്, പ്രൂവൺ ടെക്നോളജി എല്ലാം ഉണ്ട്. പക്ഷേ ലോങ് ടേമിൽ ജിയോ ഇന്ത്യക്കുള്ള ഇന്ത്യൻ കൺട്രോൾഡ് ഓൾട്ടർനേറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ജിയോയ്ക്ക് ഒരുപാട് വലിയ അഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്ന്, ഇന്ത്യൻ കമ്പനി ആയതിനാൽ ഗവൺമെൻറ്റിന് സെക്യൂരിറ്റി കോർഡിനേഷൻ എളുപ്പമാകും. രണ്ട്, ജിയോയ്ക്ക് ഓൾറെഡി വലിയ മൊബൈൽ നെറ്റ്വർക്ക്, ഫൈബർ ബാക്ക് ബോൺ, 5G സിസ്റ്റം, ഡേറ്റാ സെൻറ്റേഴ്സ്, കസ്റ്റമർ ബേസ് എന്നിവയെല്ലാം ഉണ്ട്. സാറ്റലൈറ്റ് നെറ്റ്വർക്ക് അതിനോട് ചേർത്താൽ ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോസിസ്റ്റം ഉണ്ടാകും. മൂന്നാമതായിട്ട്, അഫോർഡബിലിറ്റി. സ്റ്റാർലിങ്ക് പല രാജ്യങ്ങളിലും സാധാരണ ജനങ്ങൾക്ക് വളരെ ചെലവേറിയ സർവീസാണ്. ജിയോ ആണെങ്കിൽ ഇന്ത്യയിൽ കുറഞ്ഞ നിരക്കിൽ ടെലികോം റെവല്യൂഷൻ ഉണ്ടാക്കിയ കമ്പനിയാണ്. അങ്ങനെ വരുമ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിലും അഫോർഡബിൾ ഇന്ത്യൻ പ്രൈസിങ് വരാൻ സാധ്യതയുണ്ട്. നാലാമതായിട്ട്, ഡിഫൻസ് പ്രയോറിറ്റി. ബോർഡർ പോസ്റ്റുകൾ, ഡിസാസ്റ്റർ ഏരിയാസ്, ഐലൻഡ് ബേസസ്, നേവി, കോസ്റ്റ് ഗാർഡ്, എമർജൻസി സർവീസസ് ഇവർക്കെല്ലാം പ്രയോറിറ്റി കണക്ടിവിറ്റി നൽകാനായിട്ട് ഇന്ത്യൻ കൺട്രോൾ സിസ്റ്റം കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അഞ്ചാമതായിട്ട്, സ്ട്രാറ്റജിക് ഇൻഡിപെൻഡൻസ്. നാളെ ഒരു കോൺഫ്ലിക്റ്റ് വന്നാലും ഇന്ത്യക്ക് സ്വന്തം ബാക്കപ്പ് കമ്മ്യൂണിക്കേഷൻ ലെയർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ജിയോ സിസ്റ്റം സ്റ്റാർലിങ്കിനെ നാളെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷേ ഇന്ത്യക്ക് സ്റ്റാർലിങ്ക് മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്ക് ഈ പദ്ധതി വിജയിച്ചാൽ ഇന്ത്യക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൂടി ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ബോർഡർ സെക്യൂരിറ്റി തന്നെ. ലഡാക്ക്, അരുണാചൽ, സിക്കിം, രാജസ്ഥാൻ മരുഭൂമി, കോസ്റ്റ് ലൈൻസ് ഇവിടങ്ങളിലെ ഫോർവേഡ് പോസ്റ്റുകൾ കൂടുതൽ കണക്റ്റഡ് ആവും. ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ് പോലെയുള്ള സ്ട്രാറ്റജിക് ഐലൻഡ്സിൽ മിലിറ്ററി, കോസ്റ്റ് ഗാർഡ്, സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവർക്ക് റിലയബിൾ ആയിട്ടുള്ള കണക്ടിവിറ്റി കിട്ടും. ചൈനയുടെ നേവൽ പ്രസൻസ് കൂടുന്ന സമയത്ത് നമ്മുടെ ഷിപ്സ്, എയർക്രാഫ്റ്റ്സ്, കോസ്റ്റൽ സെൻസേഴ്സ്, ഐലൻഡ് ബേസസ് എന്നിവ തമ്മിൽ റിയൽ ടൈം ലിങ്ക് കിട്ടുന്നതും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനിയുള്ള കാലം യുദ്ധങ്ങൾ ഡ്രോൺ ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ബോർഡർ സർവൈലൻസ് ഡ്രോൺസ്, നേവൽ ഡ്രോൺസ്, ഡിസാസ്റ്റർ ഡ്രോൺസ് ഇതിനെല്ലാം ലൈവ് ഡേറ്റ ലിങ്ക് വേണം. സാറ്റലൈറ്റ് നെറ്റ്വർക്ക് അതിന് ബാക്കപ്പ് നൽകും. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽ ടവേഴ്സും കേബിൾസും എല്ലാം ഫെയിലാകാം. സാറ്റലൈറ്റ് ടെർമിനൽ ഉപയോഗിച്ച് റെസ്ക്യൂ ടീംസിനും പോലീസിനും ആർമിക്കും ഹോസ്പിറ്റൽസിനും കൺട്രോൾ റൂംസിനും എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിമോട്ട് വില്ലേജുകളിൽ എഡ്യൂക്കേഷൻ, ടെലിമെഡിസിൻ, ബാങ്കിങ്, ഇ ഗവേണൻസ്, ഓൺലൈൻ ബിസിനസ് ഇതെല്ലാം എത്തും. ഇത് എക്കണോമിക്കും റൂറൽ ഡെവലപ്മെൻറ്റിനും സഹായിക്കുകയും ചെയ്യും. ഇത്രയും വലിയ പ്രൊജക്റ്റ് വന്നാൽ സാറ്റലൈറ്റ്സ്, ആൻറ്റിനാസ്, ഗ്രൗണ്ട് സ്റ്റേഷൻസ്, സോഫ്റ്റ്വെയർ, സൈബർ സെക്യൂരിറ്റി, ലോഞ്ച് സർവീസസ് എല്ലാത്തിനും ഇന്ത്യൻ കമ്പനികൾക്ക് അവസരം ലഭിക്കും. ഇത് മേക്ക് ഇൻ ഇന്ത്യയ്ക്കും പ്രൈവറ്റ് സ്പേസ് സെക്ടറിനും വലിയ ബൂസ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം, ലോകം ഇതേ വഴിയിലാണോ പോകുന്നത്? അതെ, സ്റ്റാർലിങ്ക് മുന്നിലാണ്. വൺ വെബ് ഉണ്ട്. ആമസോണിൻ്റെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്രൊജക്റ്റ് വരുന്നു. ചൈന സ്വന്തം മെഗാ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻസ് വികസിപ്പിക്കുന്നു. യൂറോപ്പ് പോലും സ്വന്തം സെക്യൂർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വേണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു കാര്യം, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഇനി ബിസിനസ് മാത്രമല്ല,
ഇത് ജിയോ പൊളിറ്റിക്സ് ആണ്, ഇത് നാഷണൽ സെക്യൂരിറ്റി ആണ്, ഇത് ഡേറ്റ കൺട്രോൾ ആണ്. ആകാശത്ത് ആരുടെ നെറ്റ്വർക്ക് ആണുള്ളത്, ഭൂമിയിൽ ആരുടെ ഡേറ്റ കൺട്രോൾ ആണുള്ളത്, അതാണ് നാളത്തെ ഡിജിറ്റൽ പവർ. പക്ഷേ സുഹൃത്തുക്കളെ, ഈ പ്രൊജക്റ്റ് എളുപ്പമല്ല. 1650 സാറ്റലൈറ്റ്സ് നിർമ്മിക്കണം, ലോഞ്ച് ചെയ്യണം, ഗ്രൗണ്ട് സ്റ്റേഷൻസ് വേണം, യൂസർ എക്യുപ്മെന്റിന് വില കുറയ്ക്കണം, സെക്യൂരിറ്റി സിസ്റ്റംസ് ഫ്ലോലെസ് ആക്കണം, സ്പേസ് ഡബ്രീസ്, സ്പേസിലെ വേസ്റ്റുകൾ ഒഴിവാക്കണം, പഴയ സാറ്റലൈറ്റ് മാറ്റി പുതിയത് സമയത്തിന് അയക്കണം. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇത് തുടങ്ങേണ്ടതുണ്ട്. കാരണം യുദ്ധം വന്ന ശേഷം നെറ്റ്വർക്ക് നിർമ്മിക്കാൻ പറ്റില്ല. പീസ് ടൈമിൽ തന്നെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യണം. ജിയുടെ പ്രൊജക്ട് വിജയിച്ചാൽ അത് ടെലികമ്മ്യൂണിക്കേഷൻ റെവല്യൂഷന്റെ നെക്സ്റ്റ് ചാപ്റ്റർ മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ ഡിഫൻസ് ഷീൽഡിന്റെ തുടക്കമായിരിക്കും. ഭാവിയിലെ യുദ്ധങ്ങൾ കരയിലും കടലിലും ആകാശത്തിലും മാത്രമല്ല നടക്കുക, അവർ ഡേറ്റ നെറ്റ്വർക്കിലും സാറ്റലൈറ്റ് ലിങ്കിലും സൈബർ സ്പേസിലും എല്ലാം നടക്കും. അവിടെ ഇന്ത്യക്ക് സ്വന്തം കഴിവ് വേണം. അതാണ് ഈ പ്രൊജക്ടിന്റെ യഥാർത്ഥ പ്രാധാന്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കണ്ടുപിട്ടാൽ നല്ലൊരു വിഷയമായിട്ട് അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം.